എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2025 മെയ് മാസം മീനക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. പുരുരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് 7.5 ശനി കാലമാണ്. അവനവൻ്റെ ചന്ദ്രരാശിക്ക് മുൻപ് ഉള്ള രാശിയിലൂടെ ശനി സഞ്ചരിക്കുന്ന 2.5 വർഷക്കാലവും ജന്മരാശിയിൽ കൂടെ ശനി സഞ്ചരിക്കുന്ന 2.5 വർഷക്കാലവും അതിന് പിന്നത്തെ രാശിയിൽ കൂടെ ശനി സഞ്ചരിക്കുന്ന 2.5 വർഷക്കാലവും കൂടുന്ന 2.5 വർഷങ്ങളുടെ സംയോജനമാണ് 7.5 ശനി. ഏഴരാണ്ടൻ എന്നും ഏഴരാണ്ട ശനി എന്നും നോർത്ത് ഇന്ത്യയിലൊക്കെ സെയ്ഡ് സതി എന്നും പറയുന്നത് ഈ ഒരു ശനിയുടെ ദോഷത്തെയാണ്. അതിൽ തന്നെ മധ്യഭാഗത്ത് വരുന്ന ജന്മശനിയാണ് അല്പം ദോഷകാഠിന്യമുള്ള ഭാഗം. അപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ച് ജന്മശനി നടന്നു വരുന്നു. മാർച്ച് മാസം 29-നാണ് ശനി ജന്മരാശിയായിട്ടുള്ള മീനം രാശിയിലേക്ക് പ്രവേശിച്ചത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാഴത്തിൻ്റെ സ്ഥിതി അല്പം മോശമായിട്ടാണ്. 3-ാം ഭാവം 3-ലെ വ്യാഴം മുറവിൽ കൂട്ടും. ത്രതയോ ബ്രഹ്മണോ ശിരഃ, ബ്രഹ്മാവിൻ്റെ തലപോയ സമയം നമ്മളുടെ സങ്കടങ്ങളും പരിവേദനകളും മറ്റുള്ളവരോട് പോയി പറഞ്ഞ് ആശ്വാസം തേടേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് ഈ രാശിക്കാർ നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം ഒരു ഏപ്രിൽ മുതൽക്ക് ഒരു ഓഗസ്റ്റ് വരെയൊക്കെ വളരെ രൂക്ഷമായ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ഉണ്ടായി കാണും. എന്നാൽ ഇപ്പോൾ അത്ര കണ്ട് കുഴപ്പങ്ങളില്ല. ഏതൊരു ഗ്രഹദോഷം, പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെയും ആദ്യത്തെ 6 മാസമായിരിക്കും ദോഷകാഠിന്യം ഉണ്ടാവുക. പിന്നീടുള്ള 6 മാസം താരതമ്യേന ദോഷം കുറഞ്ഞാണ് ഇരിക്കുക. അപ്പോൾ ഇപ്പോൾ ഇവരുടെ 3-ാം വ്യാഴത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണല്ലോ നടന്നു വരുന്നത്. 6 മാസം കഴിഞ്ഞു, അടുത്ത 6 മാസം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ വ്യാഴം അവസാനിക്കാറായി. അപ്പോൾ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ആശ്വാസമുണ്ട്. ഏകദേശം ഒരു ജനുവരി മാസം മുതൽക്കേ നല്ല ആശ്വാസം ഈ രാശിക്കാർക്കുണ്ട്. ക്രമാനുഗതമായിട്ട് ജനുവരിയിൽ അല്പം ആശ്വാസം, ഫെബ്രുവരി ആയപ്പോൾ താരതമ്യേന കൂടുതലായിട്ട്, മാർച്ച് വെപ്പിലൊക്കെ ആയപ്പോൾ നല്ല രീതിയിലുള്ള ആശ്വാസം ഈ രാശിക്കാർക്കുണ്ട്. മെയ്യൊക്കെ ആയപ്പോൾ ശരിക്കും നല്ല രീതിയിലുള്ള മാറ്റം അവർക്ക് വന്നു കാണും. അപ്പോൾ അങ്ങനെയാണ് നിലവിൽ ഇവരുടെ ഒരു സമയം. ഇവർക്ക് ജന്മശനി മാർച്ച് 29 ആരംഭിച്ചു. ഈ മാസം മെയ് മാസം പ്രധാനപ്പെട്ട 3 ഗ്രഹമാറ്റങ്ങളുണ്ട്, രാഹുവിൻ്റെയും കേതുവിൻ്റെയും വ്യാഴത്തിൻ്റെയും. അപ്പോൾ നിലവിൽ ഏറ്റവും ശക്തിമത്തായ ഗ്രഹമായ ശനി ഒരു മാസത്തിന് മുൻപ് രാശി മാറി. അതുപോലെ തന്നെ അതവർക്ക് അനുകൂലമായൊരു മാറ്റമായി. രാശി അത്ര അനുകൂലമായ മാറ്റമല്ല, ജന്മശനിയാണല്ലോ. ഇനി വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഈ മാസം വരുന്ന പോലെ തന്നെ രാഹുകേതുക്കളുടെ മാറ്റവും വരുന്നു. രാഹുകേതുക്കൾ ഒരു രാശിയിൽ 1.5 വർഷം സഞ്ചരിക്കുന്നു. അതുപോലെ വ്യാഴം 1 വർഷവും ശനി 2.5 വർഷവും. അപ്പോൾ ഈ 4 ഗ്രഹങ്ങളുടെയും സ്ഥിതി വളരെ പ്രധാനപ്പെട്ടാണ്. ആ മാറ്റവും നമ്മളെ വളരെയധികം ബാധിക്കും. അപ്പോൾ ഈ മാസത്തെ ഗ്രഹനില എങ്ങനെയാണ്, ഈ മാറ്റം മീനം രാശിക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഓരോ ഗ്രഹങ്ങളുടെയും ഫലം എങ്ങനെയാണ്, പൊതുവിലുള്ള ഫലം എന്തായിരിക്കും, എന്താണ് പരിഹാരങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ മാസത്തെ ഗ്രഹനില ഒന്ന് നോക്കാം. ഈ മാസം മെയ് മാസം 14-ാം തീയതി സൂര്യൻ മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് സംക്രമിക്കുന്നു. വ്യാഴം ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം അടുത്ത രാശിയായ മിഥുനം രാശിയിലേക്ക് ആ ദിവസം തന്നെ മെയ് മാസം 14-ന് തന്നെ സംക്രമിക്കുന്നു. ചൊവ്വ മീനൻ രാശിയിൽ 5-ാം രാശി, മനസ്ഥാനമായ 5-ാം രാശിയിൽ നീചനായിട്ട് നിൽക്കുന്നു. ഈ മാസം മുഴുവൻ ആ രാശിയിൽ തന്നെ ഉണ്ട് ചൊവ്വ. അതുപോലെ തന്നെ 7-ാം രാശിയിൽ കേതു കന്നിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് മെയ് മാസം 18-ന് സംക്രമിക്കും. മീനം രാശിയിൽ 4 ഗ്രഹങ്ങളുണ്ട്, ഉച്ചസ്ഥനായ ശുക്രൻ, നീചനായ ബുധൻ, അതുപോലെ തന്നെ ശനിയും രാഹുവും. ബുധൻ മീനം രാശിയിൽ നിന്ന് മെയ് മാസം 7-ാം തീയതി മേടം രാശിയിലേക്കും, രാഹു മെയ് മാസം 18-ാം തീയതി കുംഭം രാശിയിലേക്ക് സംക്രമിക്കും. ഇതാണ് ഗ്രഹസ്ഥിതി. ഇനി ഇവരുടെ ഈ മാസത്തെ സ്ഥിതികളൊന്ന് പരിശോധിക്കാം. സൂര്യൻ 2-ാം ഭാവത്തിലൂടെയും 3-ാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നത് ഈ മാസം 15-ാം തീയതിക്ക് ശേഷം വളരെ നല്ല ഫലങ്ങളാണ് 3-ലെ സൂര്യൻ നൽകുന്നത്. അതുപോലെ 2-ാം സ്ഥാനമായിട്ടുള്ള മേടം രാശിയിൽ വാക്സ്ഥാനമായ 2-ാം ഭാവത്തിലെ ബുധൻ്റെ സ്ഥിതി മെയ് മാസം 7-ാം തീയതി ബുധൻ ആ രാശിയിലേക്ക് വരുന്നത്. ബുധൻ ആ രാശിയിലേക്ക് വരുന്നതുകൊണ്ടിട്ട് ബുധനെ ആശയവിനിമയം, വിദ്യാകാരനാണ് ബുധനെ കൊണ്ട് ആശയവിനിമയം, അതുപോലെ യാത്രയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. അപ്പോൾ ആശയവിനിമയം കൊണ്ടുള്ള എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതിന് ബുധൻ്റെ സ്ഥിതി മെയ് മാസം 7 മുതൽക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂല ഫലങ്ങൾ, നമുക്ക് നല്ല ഹോസ്പിറ്റാലിറ്റി ലഭിക്കുക, എവിടെ പോയാലും നല്ല ഹോസ്പിറ്റാലിറ്റി ലഭിക്കുക, യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് നല്ല ഹോട്ടൽ ഡീൽ ലഭിക്കുക, ആതിഥേയത്വം ലഭിക്കുക,
യാത്രയിൽ നല്ല കംഫർട്ടോടെ യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നല്ലൊരു ഹോട്ടൽ റൂമൊക്കെ നമുക്ക് ചെറിയ റേറ്റിനൊക്കെ ഒത്തുവരിക, അങ്ങനെയൊക്കെയുള്ള ഫലങ്ങളൊക്കെ ബുധൻ്റെ അനുകൂല സ്ഥിതിയിലുണ്ടാവും. എന്നാൽ ബുധൻ പ്രതികൂലമാകുമ്പോൾ ഇതൊക്കെ പ്രതികൂലമായി മാറും. എവിടെ പോയാലും എത്ര പൈസ മുടക്കിയാലും നല്ലൊരു താമസ സൗകര്യം കിട്ടില്ല, ഒരു ഹോസ്പിറ്റാലിറ്റിയും കിട്ടില്ല, മൊത്തം തടസ്സങ്ങളായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ മാസം 7-ാം തീയതി മുതൽക്ക് ബുധൻ അനുകൂല സ്ഥിതിയിലാണ് ഈ മാസം മുഴുവൻ. അതുപോലെ തന്നെ ജന്മരാശിയിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന ശുക്രൻ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ അല്പം പ്രതികൂലമായ അവസ്ഥയിലൂടെ കടന്നു പോകാനുള്ളൊരു മനോധൈര്യം ശുക്രൻ ഇവർക്ക് നൽകും. ശുക്രൻ അസുര ഗുരുവാണ് ശുക്രൻ. അപ്പോൾ വളരെ ശക്തിമത്തായ ഒരു ഗ്രഹമാണ്. ഗ്രഹയുദ്ധത്തിൽ പരാജയമില്ലാത്ത ഗ്രഹമാണ് ശുക്രൻ. ആ ശുക്രൻ അതിൻ്റെ ഏറ്റവും ഉച്ചരാശിയാണ് മീനം എന്ന് പറയുന്നത്. മീനൻ രാശിയിലാണ്. അതിൻ്റെ സ്വക്ഷേത്രം ഇടവവും തുലാമും, അതുപോലെ തന്നെ മൂലക്ഷേത്രം തുലാമും കൂടിയാണ്. ഉച്ചക്ഷേത്രമായിട്ട് വരുന്നത് മീനൻ്റെ. ശുക്രൻ്റെ ഏറ്റവും ബലമുള്ള രാശിയാണ് മീന. ആ രാശിയിൽ നിൽക്കുന്നത് ലഗ്നം തന്നെയാണത്. അവിടെ തന്നെയാണ് ആ ഗ്രഹം നിൽക്കുന്നത്. അവിടെ നിൽക്കുന്നതുകൊണ്ടിട്ട് നമുക്ക് വളരെയധികം എനർജി ലെവൽ വളരെയധികം വർദ്ധിപ്പിക്കുന്നതിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരു ജന്മശനി കാലമാണല്ലോ. അങ്ങനെ ഒരു സമയത്ത് തന്നെ ഈ ഒരു കുറച്ച് മാസങ്ങളായിട്ട് ശുക്രൻ ആ രാശിയിൽ, അടുത്ത മാസം ഈ മാസം വരെ ആ രാശിയിൽ പൂർണ്ണമായിട്ടുണ്ട്. അത് വളരെ അനുകൂല സ്ഥിതിയാണ്. നമുക്ക് ഏത് തരത്തിലുള്ള പ്രതിസന്ധിയും മറികടന്ന് മുമ്പോട്ട് പോകുന്നതിന് ശുക്രൻ മീൻ രാശിക്കാരെ തീർച്ചയായിട്ടും സഹായിക്കും. വളരെ ശക്തിമത്തായ ഗ്രഹം കൂടിയാണ് ശുക്രൻ. കളത്രകാരകനാണ്. അതുപോലെ തന്നെ എല്ലാ സുഖാനുഭവങ്ങളുടെയും കാരകത്വമുള്ളതാണ് ശുക്രൻ. അതുപോലെ അഭിനയം മുതലായ കലകളിലൊക്കെ കാരകത്വമുള്ളത്. അങ്ങനെയുള്ള കലകളൊക്കെ അതിലൊക്കെ വാസനയുള്ളവർക്കൊക്കെ ഈ മാസം അനുകൂല ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. മനസ്ഥാനത്ത് 5-ാം ഭാവത്തിൽ നിൽക്കുന്ന കർക്കടകൻ രാശി നിൽക്കുന്ന ചൊവ്വ നീചനായിട്ട് നിൽക്കുന്ന നീചഭംഗ രാജയോഗമുണ്ട്. അവിടെ നിൽക്കുന്ന ആ ചൊവ്വ നമുക്ക് എന്താ പറയുക, ഒരു ആശയക്കുഴപ്പം, മനസ്സിനൊരു ആശയക്കുഴപ്പം. ചൊവ്വ ഒരു ആഗ്നേയഗ്രഹമാണ്, ഒരു ഏറ്റവും പാപത്വം ചൊവ്വയ്ക്കാണ്. അങ്ങനെ ഒരു ചൊവ്വ പോയിട്ട് ആ രാശിയിൽ നിൽക്കുന്ന മനസ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു ആശയക്കുഴപ്പം എപ്പോഴും നിലനിൽക്കുക, അങ്ങനെയൊക്കെയുള്ള ഫലങ്ങളുണ്ടാകും. മനസ്സിലാക്കുക, ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് അങ്ങനെ വരുന്നത്. ജന്മരാശിയിലെ ശനി, ജന്മശനി, തൊഴിൽപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, അതുപോലെ തന്നെ ടെൻഷൻ ഉണ്ടാവുക, ജോലിഭാരം വർദ്ധിക്കുക ഒക്കെ അനുഭവത്തിൽ വരും. വിദ്യാർത്ഥികളുടെ പഠനഭാരം വർദ്ധിക്കുക, അങ്ങനെ ഒരു തൊഴിൽപരമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥിതിയാണ് ജന്മശനി എന്ന് പറയുന്നത്. എന്നാൽ ഈ രാശിക്കാർക്ക് ജന്മശനി വന്ന സമയത്ത് തന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതി ശരിക്കും അനുകൂലമാണെന്ന് തന്നെ പറയണം. ജന്മശനിയോടൊപ്പം തന്നെ വ്യാഴമാറ്റവും വരികയാണ്. അപ്പോൾ വ്യാഴം 4 സമ്മിശ്ര ഫലങ്ങളാണ്, 5 വരുമ്പോൾ നല്ല ഫലങ്ങളാണ്. അപ്പോൾ ജന്മശനിയാകുമ്പോൾ 2.5 വർഷമുള്ളൂ. അതിൽ തന്നെ 2 വർഷം വ്യാഴത്തിൻ്റെ അനുകൂലത കൊണ്ട് കടന്നു കിട്ടും. പിന്നീടുള്ള അര വർഷം മാത്രമേ ഈ രാശിക്കാർക്ക് കാര്യമായ ദോഷങ്ങൾ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ വ്യാഴം ഈ മാസം 14-ാം തീയതി കേന്ദ്രസ്ഥാനത്തേക്ക് മിഥുനം രാശിയിലേക്ക് മാറുന്നതോടെ ശനിദോഷങ്ങൾ കാര്യമായി കുറയും. അതൊരു ഭാഗ്യം തന്നെയാണല്ലോ, ഈ കടുത്ത ദോഷത്തിനിടയ്ക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമാകുന്നത്. അപ്പോൾ എന്തായാലും അതൊരു ഈശ്വരാധീനം തന്നെ. അപ്പോൾ അങ്ങനെ വ്യാഴത്തിൻ്റെ ആ ഒരു കേന്ദ്രസ്ഥാനത്തിലേക്കുള്ള മാറ്റത്തോടുകൂടി അതൊരു കേന്ദ്രസ്ഥാനം അത്ര നല്ല സ്ഥാനമല്ലെങ്കിലും സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അത്ര 3-ലെ വ്യാഴത്തെ പോലെ ദോഷങ്ങളില്ല. അങ്ങനെ വരുന്ന അനുകൂല ഫലങ്ങൾ വർദ്ധിപ്പിക്കും. ശനിദോഷങ്ങൾ കാര്യമായി കുറയ്ക്കുകയും ചെയ്യും. പ്രശ്നങ്ങളുടെ തീവ്രത വ്യാഴമാറ്റത്തോടുകൂടി ഒന്ന് കുറഞ്ഞതായിട്ട് ഇവർക്ക് അനുഭവപ്പെടും. അങ്ങനെ പൊതുവിൽ മീനം രാശിക്കാരുടെ സമയം പരിഗണിക്കുമ്പോൾ അത്ര ഗുണകരമെന്ന് പറയാൻ കഴിയാത്തൊരു സമയമാണെങ്കിൽ പോലും ഇവർക്ക് മുമ്പോട്ട് പോകുന്നതിന് ഒരു ദോഷ സമയം അതിജീവിക്കുന്ന ഒരു പ്രതീതി ഇവർക്കുണ്ടാവില്ല. മുമ്പോട്ട് പോകുന്നതിന് ശുക്രൻ്റെ സ്ഥിതിയും വ്യാഴത്തിൻ്റെ സ്ഥിതിയൊക്കെ കൊണ്ടിട്ട് മുമ്പോട്ട് പോകുന്നതിന് നല്ല ഒരു ഉൾപ്രേരണ തരുന്ന സമയം തന്നെയാണ്. അത്ര വലിയ തടസ്സങ്ങൾ പറയാനില്ല. എങ്കിൽ പോലും അത്ര ഗുണകരമൊന്നും പറയാൻ കഴിയില്ല. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനോ റിസ്ക് എടുത്ത് ചെയ്യേണ്ടുന്ന ഷെയർ ട്രേഡിങ്, സ്റ്റോക്ക് ട്രേഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഊഹക്കച്ചവടം, അതിന് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, അതിനൊക്കെ അനുകൂലമായിട്ടുള്ള അത്രയൊരു ഭാഗ്യമുള്ള സമയമല്ലത്. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. എങ്കിൽ പോലും പ്രശ്നബാധിതമല്ല. അത്ര രൂക്ഷമെന്ന് പറയുന്ന ഒരു ഘട്ടത്തിലൂടെയല്ല ഈ രാശിക്കാർ കടന്നു പോകാൻ വേണ്ടി പോകുന്നത്. സൂര്യൻ, ബുധൻ, ശുക്രൻ എന്നീ പെട്ടെന്ന് രാശി മാറുന്ന ഗ്രഹങ്ങളൊക്കെ അനുകൂല സ്ഥിതിയായതുകൊണ്ടിട്ട് ഇവർക്ക് ഈ മാസം സുഗമമായിട്ട് മുമ്പോട്ട് പോകുന്നതിന് സാധിക്കും. കാര്യമായിട്ടുള്ള ഒരു പ്രതിസന്ധികൾക്കും മീനം രാശിക്കാർക്ക് സാധ്യതയില്ല. ജന്മശനി കാലമായതിനാൽ ശാസ്താപ്രീതി, അതുപോലെ ശിവപ്രീതി, ഹനുമൽ പ്രീതി ഒക്കെ വരുത്തുക. ശാസ്താക്ഷേത്രങ്ങൾ ദർശിച്ച് നീരാഞ്ജനം, നെയ്വിളക്ക്, എള്ളുപായസം, എള്ളുകിഴി തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുക. ശാസ്താവിന് ഒരു നീലപ്പട്ട് സമർപ്പിക്കുക. ഈ ശനിദോഷങ്ങളൊക്കെ ഏകദേശം ഒരു മെയ് അവസാനം ജൂണോടുകൂടിയാണ് കൂടുതലായിട്ട് വരുന്നത്.
ആ സമയത്തിന് മുൻപായി തന്നെ ശാസ്താവിനൊരു നീലപ്പട്ട് നടയിൽ വെച്ച് സമർപ്പിക്കുക. അത് ഒരു ശനിയാഴ്ച തന്നെ ചെയ്യുക. എന്നിട്ട് മറ്റു വഴിപാടുകളും ചെയ്യുക. യഥാശക്തി വഴിപാടുകൾ ചെയ്തു പോരുക. എല്ലാ ശനിയാഴ്ചകളിലും കഴിയുന്ന ദർശനമാണ് പ്രധാനം. കഴിയുന്ന സമയത്തൊക്കെ ദർശനം നടത്തുക ശാസ്താ ക്ഷേത്രത്തിൽ. അതുപോലെ തന്നെ കറുപ്പ് നീല വസ്ത്രങ്ങൾ ധരിക്കുക. അതും വളരെ പ്രധാനപ്പെട്ട ശനിദോഷ ശമനമായിട്ട് ശനിയുടെ നിറങ്ങളായിട്ടുള്ള കറുപ്പ്, നീല, കടും നീല തുടങ്ങിയ വസ്ത്രങ്ങൾ ശനിയാഴ്ചകളിൽ ധരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു കർച്ചീഫ് ദേഹത്ത് ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ശിവപ്രീതിയും വരുത്തുക. ശിവന് ധാര, പിൻവിളക്ക്, കൂളമാല എന്നീ വഴിപാടുകൾ സമർപ്പിക്കുക. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, വടമാല, കുങ്കുമാർച്ചന തുടങ്ങിയ വഴിപാടുകളും സമർപ്പിച്ച് ഇതെല്ലാം ശനിയാഴ്ചകളിലാണ് ചെയ്യേണ്ടത്. എല്ലാം ശനീശ്വര പ്രീതിക്കായിട്ടാണ് ചെയ്യുന്നത്. കേന്ദ്രസ്ഥാനത്താണ് വ്യാഴത്തിൻ്റെ ദോഷങ്ങളില്ല എങ്കിൽ പോലും അതൊരു അത്ര നല്ല ഭാവമല്ലാത്തതുകൊണ്ട് സമ്മിശ്ര ഫലങ്ങളായതുകൊണ്ട് ശ്രീകൃഷ്ണ പ്രീതിയും വരുത്തിയിരിക്കുക. കഴിയുന്ന വ്യാഴാഴ്ചകളൊക്കെ മാസത്തിൽ ഒരു തവണയെങ്കിലും ശ്രീകൃഷ്ണ ക്ഷേത്രം വ്യാഴാഴ്ച ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, പാൽപ്പായസം, തുളസിമാല, താമരമാല എന്നിവ സമർപ്പിക്കുക. ഒരു മഞ്ഞപ്പട്ടും നടയിൽ വയ്ക്കാവുന്നതാണ്. ദ്വാദശാക്ഷരി, അഷ്ടാക്ഷരി തുടങ്ങിയ ശ്രീകൃഷ്ണ പ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുക. ഓം നമോ നാരായണായ നമ ദ്വാദശാക്ഷരിയും ഓം നമോ ഭഗവതേ വാസുദേവായ നമ ഓം നമോ ഭഗവതേ വാസുദേവായ നമ എന്ന ദ്വാദശാക്ഷരിയും ഓം നമോ നാരായണായ നമ എന്ന അഷ്ടാക്ഷരിയും ജപിക്കുക. കഴിയുന്നതും ക്ഷേത്രദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് തന്നെ 108 തവണയോ നിങ്ങളുടെ സമയം പോലെ 11 22 തവണ അത് ജപിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം ദോഷഫലങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കുകയും ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് മീനം രാശിക്കാരുടെ ഈ മാസത്തിൽ അനുഭവത്തിൽ വരുന്ന ഫലങ്ങളും അതുപോലെ തന്നെ ചെയ്യേണ്ട പരിഹാരങ്ങളും. നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ മീനം രാശിയിൽപ്പെട്ട എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും ശ്രേയസ്സും ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.